ആദ്യം ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് ഡബിൾ ബോയിലിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ വെള്ളം ഒരു സോസ് പാനിൽ വെള്ളം ചൂടാക്കണം. അത് കഴിഞ്ഞിട്ട് വേറൊരു ബൗൾ വെച്ചിട്ട് അതിൽ ചോക്ലേറ്റ് ഇട്ടിട്ട് മെൽറ്റ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ബട്ടർ ഇടാം. ആ ചൂടിലിരുന്ന് ബട്ടർ മെൽറ്റ് ആയിക്കോളും. രണ്ട് എഗ്ഗ് പൊട്ടിച്ച് ബീറ്റ് ചെയ്യാം. ഞാൻ വിസ്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായി ബീറ്റ് ചെയ്യാം. പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി കേക്കിൻ്റെ ഫ്ലോർ അരിച്ചെടുക്കാം. അതിനായിട്ട് മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, കോഫി പൗഡർ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് മിക്സിലോട്ട് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വാനില എസൻസും ചേർത്തിട്ടുണ്ട്. മെൽറ്റ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ് ചേർക്കാം. ഇനി ഒരു കേക്കിൻ്റെ പാത്രത്തിൽ ഓയിൽ തടവി ബട്ടർ പേപ്പർ വെച്ചിട്ട് മിക്സ് ഒഴിച്ച് സാധാരണ കേക്കിൻ്റെ മിക്സ് പോലെയല്ല, ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നാല് വശത്തും പാൻ്റെ നാല് വശത്തും അത് സ്പൂൺ വെച്ച് നന്നായി ചേർത്ത് യോജിപ്പിക്കണം. സൈഡിലോട്ടൊക്കെ ആക്കിയെടുക്കണം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി പാത്രത്തിലോട്ട് കേക്ക് മിക്സ് വയ്ക്കാം. ഒരു 20 to മീഡിയം ഫ്ലെയിമിൽ 20 to 25 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യേണ്ടത്. ചിലപ്പോൾ 30 മിനിറ്റ് വരെ ആകാം. അത് കഴിഞ്ഞിട്ട് ഒരു 25 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തു ഒന്നും കൂടെ. എന്നാലേ അത് സോഫ്റ്റ്നെസ് മാറുള്ളൂ. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഗണാഷ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ വെള്ളം തിളപ്പിക്കാം. എന്നിട്ട് അതിനകത്ത് വേറൊരു ബൗൾ വെച്ചിട്ട് മിൽക്ക് ചോക്ലേറ്റ് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചൂടാക്കേണ്ടത്. ഇനി മിൽക്ക് ചേർക്കാം. മിൽക്കിന് പകരം വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാം. നന്നായി മെൽറ്റായതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ബട്ടർ ചേർക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം മെൽറ്റാവുന്നത് വരെ. കേക്ക് ഒരു പ്ലേറ്റിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം ഗണാഷ് തണുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ഒഴിക്കാം. അതിൻ്റെ പുറത്ത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. കുറച്ച് നേരം
ഫ്രിഡ്ജിൽ വച്ചേക്കണം. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ്